നമസ്കാരം. ശിവഭക്തർക്ക് മോക്ഷപ്രാപ്തിക്ക് അവസാന വാക്ക് കൈലാസവും വൈഷ്ണവർക്ക് വൈകുണ്ഠവുമാണ്. എന്നാൽ കൈലാസവും വൈകുണ്ഠവും ഒരേ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നതും ഈ രണ്ട് ക്ഷേത്രങ്ങളും ദർശിക്കുന്നവർക്ക് കൈലാസത്തിലും വൈകുണ്ഠത്തിലും ഒരേപോലെ ഇടം ലഭിക്കുമെന്ന് സ്ഥലപുരാണത്തിൽ പ്രസ്താവിക്കുന്നതും വൈകുണ്ഠ ഏകാദശിക്ക് ഭക്തർക്ക് മണിത്തുളി ദർശനം നൽകുന്നതുമായ ഒരു വിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം ശ്രീ വൈകുണ്ഠനാഥ പെരുമാൾ കോവിൽ ശ്രീവൈകുണ്ഠം. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ തൂത്തുക്കുടി ജില്ലയിൽ തിരുച്ചെന്തൂർ തിരുനെൽവേലി പാതയിൽ ശ്രീവൈകുണ്ഠം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണു, വൈകുണ്ഠനാഥ പെരുമാൾ, ചോരനാഥർ എന്നീ നാമങ്ങളിലും ശ്രീ മഹാലക്ഷ്മി, വൈകുണ്ഠവല്ലി, ചോരനായകി എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. ശീവേലിക്ക് എഴുന്നള്ളിക്കുന്ന ഭഗവാന്റെ ഉത്സവമൂർത്തി ഭൂദേവി ശ്രീദേവി സമേത കള്ളബിരാനാണ്. നവതിരുപ്പതികൾ എന്നറിയപ്പെടുന്ന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് ശ്രീ വൈകുണ്ഠനാഥ പെരുമാൾ കോവിൽ. ഈ ക്ഷേത്രത്തിന് കള്ളബിരാൻ കോവിൽ എന്നും നാമമുണ്ട്. തഞ്ചാവൂർ കുംഭകോണം റൂട്ടിലുള്ള നവഗ്രഹ ക്ഷേത്രങ്ങൾ പോലെ രോമസ മഹർഷിയാൽ താമരഭരണിയാറിന്റെ കരയിൽ പ്രതിഷ്ഠിക്കപ്പെട്ട നവഗ്രഹങ്ങൾക്കായുള്ള ശിവക്ഷേത്രങ്ങൾ നവകൈലാസം എന്നറിയപ്പെടുന്നു. തിരുച്ചെന്തൂർ തിരുനെൽവേലി റൂട്ടിൽ താമരഭരണിയാറിന്റെ ഇരുവശത്തുമായി 15 കിലോമീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 9 വിഷ്ണു ക്ഷേത്രങ്ങളാണ് നവതിരുപ്പതികൾ. ഇവ നവഗ്രഹ ക്ഷേത്രങ്ങളായും കണക്കാക്കുന്നു. പക്ഷേ ഈ വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രത്യേകം നവഗ്രഹ സന്നിധികൾ ഉണ്ടായിരിക്കില്ല എന്നതാണ് പ്രത്യേകത. നവകൈലാസ ക്ഷേത്രങ്ങളിൽ ഒന്നായ കൈലാസനാഥർ ക്ഷേത്രവും ഈ സ്ഥലത്താണ്. കൈലാസവും വൈകുണ്ഠവും ഒരേ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് അതിലും വിശേഷം. നവതിരുപ്പതികളിൽ സൂര്യന്റെ സ്ഥലമാണ് ശ്രീ വൈകുണ്ഠനാഥ പെരുമാൾ കോവിൽ. ഐപ്പശി ചിത്തിര മാസങ്ങളിൽ പൗർണമിക്ക് സൂര്യരശ്മികൾ ധ്വജസ്തംഭത്തിലും ബലിപീഠത്തിലും വീണ് ഭഗവാന്റെ കാലടികളിൽ അർച്ചന ചെയ്യുന്നു. സൂര്യദശ നടക്കുന്നവരും സൂര്യദോഷമുള്ളവരും ഈ ക്ഷേത്രം സന്ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമം. നവതിരുപ്പതികളും അവയുടെ ഗ്രഹങ്ങളും ഇവയാണ്: ശ്രീവൈകുണ്ഠം സൂര്യൻ, തിരുവരഗുണമങ്കെ ചന്ദ്രൻ, തിരുക്കോളൂർ ചൊവ്വ, തിരുപ്പുളിയങ്കുടി ബുധൻ, ആഴ്വാർ തിരുനഗരി ഗുരു, തെൻതിരുപ്പേരെ ശുക്രൻ, പെരുങ്കുളം ശനി, ഇരട്ടത്തിരുപ്പതി തൊലവില്ലിമംഗലം രാഹു, ഇരട്ടത്തിരുപ്പതി കേതു. 108 ദിവ്യദേശങ്ങൾ അഥവാ 108 വൈഷ്ണവ തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണു ക്ഷേത്രങ്ങളിൽ 80ാമത്തേതാണ് ഈ ക്ഷേത്രം. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാറുകളിൽ നമ്മാഴ്വാരും മണവാള മാമുനികളും ഈ ക്ഷേത്രത്തിലെ ഭഗവാനെ പറ്റി മംഗളാശാസനം പാടിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ്. യുഗങ്ങൾക്ക് മുമ്പ് സൃഷ്ടികർമ്മത്തിൽ ക്ഷീണിതനായിരുന്ന ബ്രഹ്മാവ് സ്വല്പമൊന്ന് മയങ്ങിയപ്പോൾ സോമുഖൻ എന്ന അസുരൻ ബ്രഹ്മദേവന്റെ സൃഷ്ടിക്കാധാരമായ വേദങ്ങളും സൃഷ്ടി രഹസ്യങ്ങളും കവർന്നെടുത്ത് മറഞ്ഞു. സൃഷ്ടി നിലച്ച ബ്രഹ്മാവ് ഭൂമിയിൽ താമരഭരണിയാറ്റിൻ കരയിലെത്തി ശ്രീമൻ മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു. തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു ഗരുഡവാഹനത്തിലേറിപ്പോയി സോമുഖനെ വധിച്ച് ബ്രഹ്മദേവന് വേദങ്ങൾ തിരിച്ചെടുത്തു കൊടുത്തതോടൊപ്പം വൈകുണ്ഠനാഥരായി ദർശനവും കൊടുത്തു. അതിനാൽ ഈ ക്ഷേത്രത്തിലെ കരുവറയിൽ ഭൂദേവി ശ്രീദേവിമാരെ കൂട്ടാതെ ഭഗവാൻ അസുരനെ വധിക്കാൻ ഗരുഡന്റെ മേലെ കയറിപ്പോയതിനാൽ സ്വാമി ഏകനായാണ് ദർശനം തരുന്നത്. ബ്രഹ്മദേവൻ താമരഭരണിയാറ്റിൽ നിന്ന് കലശത്തിൽ ജലമെടുത്ത് ഭഗവാനെ അഭിഷേകം ചെയ്തതിനാൽ ഈ പ്രദേശത്തെ ആറിന് കലശതീർത്ഥം എന്നും നാമമുണ്ട്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. പല 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം വഴിപാടില്ലാതെ ഭൂമിക്കടിയിൽ മണ്ണിൽ പുതഞ്ഞു കിടന്നിരുന്നു. സ്വാമി ശിലയും ആറ്റിൻകരയിൽ മറഞ്ഞിരുന്നു. പുല്ലുമൂടിക്കിടന്ന ഈ പ്രദേശത്ത് ഒരു നാൾ അരമനയിലെ പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോയ ഇടയൻ ഒരു പശു മൺപുറ്റിൽ പാൽ ചുരുത്തുന്നത് കണ്ട് രാജാവിനെ വിവരമറിയിച്ചു. പാണ്ഡ്യമന്നൻ തന്റെ അനുചരന്മാരെ കൊണ്ട് ഇവിടം കുഴിച്ച് ശിലയും ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടുപിടിച്ച് ക്ഷേത്രം പുനർനിർമ്മാണം ചെയ്തു. വിഗ്രഹം പ്രതിഷ്ഠിച്ചതോടൊപ്പം ദിനവും ക്ഷേത്രത്തിൽ പാലഭിഷേകം നടത്താൻ ഏർപ്പാട് ചെയ്തതിനാൽ ഭഗവാന് പാൽപാണ്ഡി എന്നൊരു നാമവും ഉണ്ട്. വേറൊരു ഐതിഹ്യം: ശ്രീവൈകുണ്ഠം എന്ന ഈ പ്രദേശത്ത് തീവ്ര വിഷ്ണുഭക്തനായ കാലദൂഷകൻ എന്ന മോഷ്ടാവ് ജീവിച്ചു വന്നിരുന്നു. തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് എന്നും പെരുമാളെ പ്രാർത്ഥിച്ചാണ് തുടങ്ങിയിരുന്നത്. മോഷണ വസ്തുക്കളിൽ പാതി കോവിൽ സേവയ്ക്കും പാതി തന്റെ കൂട്ടാളികൾക്കും പാവങ്ങൾക്കുമായി, അതായത് ജനസേവയ്ക്കും ഉപയോഗിച്ചു വന്നു. ഒരു നാൾ മണപ്പടെ എന്ന ഗ്രാമത്തിൽ അരമനയിൽ മോഷ്ടിക്കുമ്പോൾ കാലദൂഷകന്റെ കൂട്ടാളികൾ പിടിയിലായി. രാജാവ് കള്ളന്മാരുടെ തലവനായ കാലദൂഷകനെ പിടിച്ചുകൊണ്ടുവരുവാൻ ഉത്തരവിട്ടു. കാലദൂഷകൻ പെരുമാളെ അഭയം പ്രാപിച്ചു. ഭഗവാൻ കാലദൂഷകന്റെ രൂപത്തിൽ അരമനയിലെത്തി. താൻ നടത്തുന്ന കളവുകൾക്ക് ഉത്തരവാദി രാജാവ് കൂടെയാണെന്നും പ്രജകളെ ക്ഷാമമില്ലാതെ രക്ഷിക്കേണ്ട രാജാവ് തന്റെ കടമ മറന്നതുകൊണ്ടാണ് തനിക്ക് ഈ കളവ് ചെയ്യേണ്ടി വരുന്നതെന്നും ധൈര്യത്തോടെ ഒരു കള്ളൻ രാജാവിന്റെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ രാജാവ് അതിശയിച്ചുപോയി. കാലദൂഷകന്റെ രൂപത്തിലാണെങ്കിലും അസാധാരണ സൗന്ദര്യമുള്ള ഈ യുവാവ് സാധാരണക്കാരനല്ല എന്ന് രാജാവ് ചിന്തിച്ചു. ഭഗവാൻ രാജാവിന് തന്റെ സ്വയരൂപത്തിൽ ദർശനം കൊടുത്തു. കള്ളന്റെ രൂപത്തിൽ വന്ന് രാജാവിന് വേദാന്ത മാർഗം ഉപദേശിച്ചതിനാൽ അന്നു മുതൽ ഭഗവാൻ കള്ളബിരാനായി. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും 110 അടി ഉയരവും 500 അടി വീതിയും 9 നിലകളുള്ള കിഴക്ക് ദർശനമായ രാജഗോപുരത്തോടും നന്ദവനവും 3 പ്രകാരങ്ങളോടും കൂടിയ ഈ ക്ഷേത്രം പാണ്ഡ്യരാജാക്കന്മാരാൽ പുനർനിർമ്മാണം ചെയ്യപ്പെട്ടതാണെന്നാണ് അനുമാനം.
അകത്തേക്ക് പ്രവേശിച്ചാൽ വ്യാളിമണ്ഡപം പോലെയുള്ള അനേകം മണ്ഡപങ്ങളും ശില്പത്തൂണുകളും പരമപദവാതിലും ബ്രഹ്മാണ്ഡമായ ഈ പുരാതന ക്ഷേത്രത്തിനകത്ത് ഭക്തർക്ക് ദർശിക്കാം. ഇവിടെ മൂലവർ ശ്രീമൻ മഹാവിഷ്ണു വൈകുണ്ഠനാഥർ എന്ന നാമത്തോടെ ഇന്ദ്രവിമാനത്തിന് കീഴിൽ ആദിശേഷൻ കുടപിടിച്ചു നിൽക്കെ കയ്യിൽ ദണ്ഡോടെ മാറിൽ മഹാലക്ഷ്മിയോടെ 4 കരങ്ങളോടെ കിഴക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഭഗവാന്റെ ഉത്സവമൂർത്തി കള്ളബിരാൻ ഭൂദേവി ശ്രീദേവി സമേതനായി ശംഖുചക്രത്തോടെ നിൽക്കുന്നു. ഉത്സവമൂർത്തിയെ സൃഷ്ടിച്ച ശില്പി ഭഗവാന്റെ അഴകിൽ മയങ്ങി ഭഗവാന്റെ കവിളിൽ കളിയായി നുള്ളിയ പാടുണ്ട് വിഗ്രഹത്തിൽ. വൈകുണ്ഠ ഏകാദശി ദിവസം ഭഗവാന്റെ ഉത്സവമൂർത്തിയെ മുൻമണ്ഡപത്തിൽ എഴുന്നള്ളിക്കുന്നു. അന്നേരം പ്രധാന കരുവറ അടയ്ക്കും. പിന്നീട് ചില നിമിഷങ്ങൾ മാത്രം ദീപാരാധന കാണിച്ച് വീണ്ടും നടയടയ്ക്കും. കണ്ണിമ അടയ്ക്കുന്ന നേരത്തിൽ ദീപാരാധന കാണിച്ച് നടയടയ്ക്കുന്നതിന് മണിത്തുളി ദർശനം എന്ന് പറയും. ഇത് ദർശിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി നിശ്ചയം എന്നു മാത്രമല്ല വൈകുണ്ഠത്തിൽ ഇടം എന്നതാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ വൈകുണ്ഠനായകി തായാർ തെക്ക് ദർശനമായും ചോരനായകി തായാർ കിഴക്ക് ദർശനമായും പ്രത്യേകം സന്നിധിയിൽ അനുഗ്രഹം ചൊരിയുന്നു. ഇവരെ കൂടാതെ ഉപദേവതകളായി ശ്രീകൃഷ്ണൻ, ലക്ഷ്മി നരസിംഹർ, ഹനുമാൻ, തിരുവെങ്കിടമുടയാർ, കോദണ്ഡരാമർ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം പവിഴമല്ലി. ക്ഷേത്രതീർത്ഥം ഭൃഗുതീർത്ഥം, താമ്രഭരണിയാറ്. പഞ്ചരാത്ര ആഗമവിധി പ്രകാരമുള്ള 4 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകുണ്ഠ ഏകാദശി, ശ്രീകൃഷ്ണ ജയന്തി, ഗരുഡസേവ എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുനെൽവേലിയിൽ നിന്ന് 29 കിലോമീറ്റർ, തൂത്തുക്കുടിയിൽ നിന്ന് 39 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുവൈകുണ്ഠം 1.5 കിലോമീറ്റർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.